നമസ്കാരം. ഒരു വർഷത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ധനുമാസത്തിലെ തിരുവാതിര. ചിലർ ധനുമാസത്തിലെ തിരുവാതിര മുതൽ എല്ലാ മാസത്തിലെയും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നതാകുന്നു. ഉമാമഹേശ്വര പ്രീതിക്ക് ഉത്തമം തന്നെയാണ് ഇപ്രകാരം ചെയ്യുന്നത്. ദാമ്പത്യ ഐക്യം കൂടാതെ വിവാഹം നടക്കുവാനും ഉത്തമമാണ് എന്ന് പറയാം. അതേപോലെ തന്നെ തലേ ദിവസം, അതായത് മകേരമൃതം, മക്കളുടെ ഉയർച്ചയ്ക്കാകുന്നു. ഇത് മക്കളുടെ ആരോഗ്യത്തിനും ഉത്തമം തന്നെയാണ് എന്ന് പറയാം. പുണർദം നാളിലെ വ്രതം സഹോദരങ്ങൾക്ക് വേണ്ടിയാകുന്നു. കൂടാതെ തിരുവാതിര വ്രതം സുമംഗലികൾക്കും അതേപോലെ തന്നെ അവിവാഹിതർക്കും വളരെയേറെ പ്രാധാന്യം ഉള്ളവ തന്നെയാണ്. എന്നാൽ പുരുഷന്മാർക്കും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാകുന്നു. ഉമാമഹേശ്വര പ്രീതിയാണ് ഇതിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഇനി ഇന്നേ ദിവസം, അതിവിശേഷപ്പെട്ട ഇന്നേ ദിവസം നാം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുകയാണ് എങ്കിൽ അത് മക്കൾക്ക് വളരെ ദോഷകരമായി മാറും എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം ചെയ്യാൻ പാടില്ലാത്ത ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മകേരദിന പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം ആദ്യമായി ചെയ്യേണ്ടതും ഇന്ന് ചെയ്യാതിരിക്കാൻ പാടില്ലാത്തതുമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. ഇന്ന് ഉണരുന്നതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് മക്കൾ ഉണരുന്നതിന് മുൻപ് തന്നെ ഏവരും ഉണരണം എന്നാണ് പറയുക. അതിനാൽ മക്കൾ ഉണരുന്നതിന് മുൻപ് തന്നെ മാതാപിതാക്കൾ ഉണർന്ന് കുളിച്ച് വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാകുന്നു. മുൻപ് ചെയ്തിരുന്ന വീഡിയോയിൽ ഈ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ആ കാര്യം ഏവരും ചെയ്തു എന്നാണ് വിശ്വാസം. ഇങ്ങനെ ചെയ്യുന്നതാണ് ഇന്നേ ദിവസം നാം ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം. കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യവും ഏവരും ഓർക്കുക. ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ മക്കൾക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം നാം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നോൺ വെജ് ആഹാരങ്ങൾ. ഇന്നൊരിക്കലും നോൺ വെജ് ആഹാരങ്ങൾ നിങ്ങൾ വീടുകളിൽ പാചകം ചെയ്യാൻ പാടുള്ളതല്ല. വ്രതം എടുക്കുന്നവരോ എടുക്കാത്തവരോ ആണ് എങ്കിൽ പോലും ഇന്നേ ദിവസം ഇത്തരം ആഹാരങ്ങൾ നാം വീടുകളിൽ പാചകം ചെയ്യുന്നതും അത് കഴിക്കുന്നതും ദോഷകരമാകുന്നു. അതിനാൽ ആ കാര്യവും ഇന്നേ ദിവസം ചെയ്യാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം മാതാപിതാക്കളുടെ മനസ്സ് വിഷമിപ്പിക്കുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. അത് അതീവ ദോഷകരമായ ഒരു കാര്യമാകുന്നു. മാതാപിതാക്കൾ തന്നെ ആകണം എന്നില്ല. വയസ്സിന് മൂത്ത ആരെയും ഇന്നേ ദിവസം നിങ്ങൾ വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. ആരെയും വിഷമിപ്പിക്കരുത് എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസത്തിന്റെ ആ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാകുന്നു. അതിനാൽ ആ കാര്യങ്ങൾ നഷ്ടമാകുന്നതിന് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കാരണമാകുന്നു എന്ന കാര്യമാണ് നാം ചിന്തിക്കേണ്ടത്. കൂടാതെ ആരെയും ഇന്നേ ദിവസം ദ്രോഹിക്കുകയോ അവർക്ക് മനപ്രയാസം വരുന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്യരുത്. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം പക്ഷികളെയും മൃഗങ്ങളെയും ഉപദ്രവിക്കുന്നതും അതീവ ദോഷകരമാകുന്നു. എന്നാൽ അവയ്ക്ക് ഇന്നേ ദിവസം അന്നദാനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. സഹായം ചോദിച്ച് അഥവാ അഭ്യർത്ഥിച്ച് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വരികയാണ് എങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന സഹായം അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടതാകുന്നു. അതങ്ങനെ ചെയ്ത് കൊടുക്കാതിരിക്കുന്നത് ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക. അത് കുട്ടികൾക്കും ആ ദോഷം വന്നു ചേരും. അതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന സഹായം അവർക്ക് നൽകുക. വിളക്ക് കൊളുത്താതിരിക്കരുത് എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു. ഇങ്ങനെ വിളക്ക് തെളിയിക്കാതിരിക്കുന്നത് ദോഷകരമാകും എങ്കിൽ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമായി മാറും എന്ന കാര്യവും ഓർക്കുക. വ്രതം എടുക്കുന്നവർ തീർച്ചയായും ഈ കാര്യങ്ങൾ പാലിക്കുക. അതേപോലെ വ്രതം എടുക്കാത്തവരും ഈ കാര്യങ്ങൾ പാലിക്കാതിരിക്കരുത് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. വ്രതം എടുക്കുന്നവർ ആരാണോ അവരെ ഒരിക്കലും നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്കും
നിങ്ങളുടെ സന്താനങ്ങൾക്കും ദോഷം വരുന്ന കാര്യമായി മാറും എന്ന കാര്യവും ഓർത്തിരിക്കുക. ഇന്നേ ദിവസം നിറവയർ ആഹാരം കഴിക്കരുത് എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം വ്രതം എടുക്കാത്തവരാണ് എങ്കിൽ പോലും ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്കും മക്കൾക്കും ഒരേപോലെ ദോഷം വരുന്ന കാര്യമാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമല്ല, മറ്റേത് ദിവസങ്ങളിലാണ് എങ്കിൽ പോലും മുഷിഞ്ഞ വസ്ത്രങ്ങൾ അഥവാ കേടായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ദോഷകരമാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾക്ക് ദോഷം വരുത്തി വയ്ക്കുന്ന കാര്യമാകുന്നു. മക്കൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും അത് ദോഷകരമായി ഭവിക്കും. അതിനാൽ ഇന്നേ ദിവസം മുഷിഞ്ഞ വസ്ത്രം, കേടായ വസ്ത്രം ധരിക്കുവാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം പകൽ ഉറക്കം പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു. അതേപോലെ തന്നെ ഒരു വ്യക്തിയെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദേഷ്യം. ദേഷ്യം ഇന്നേ ദിവസം നിങ്ങൾ പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ അത് വളരെ ദോഷകരമായി മാറും എന്ന കാര്യം ഓർത്തിരിക്കുക. അത് നിങ്ങൾക്കും മക്കൾക്കും ദോഷമേ വരുത്തി വയ്ക്കൂ. ഇന്നേ ദിവസം ദേഷ്യം വരുന്ന സാഹചര്യങ്ങളാണ് എങ്കിൽ അവിടെ നിന്നും മാറി നിൽക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നാം ചെയ്യേണ്ടത്. അടുക്കളയിൽ ഇന്നേ ദിവസം കുളിച്ചതിന് ശേഷം മാത്രം പ്രവേശിക്കുക എന്ന കാര്യം ഏവരും ഓർക്കുക. ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. കുളിച്ചതിന് ശേഷം മാത്രമേ ഇന്നേ ദിവസം ആഹാരം കഴിക്കുവാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. അത്രമേൽ പ്രാധാന്യമുള്ള ദിവസമായതിനാൽ തന്നെയാണ് ഇപ്രകാരം പറയുന്നത്. സുമംഗലികൾ ഇന്നേ ദിവസം സിന്ദൂരം, അതേപോലെ തന്നെ പൊട്ട്, കൺമഷി എന്നിവ അണിയുന്നതും ശുഭകരം തന്നെയാകുന്നു. ഭാര്യാഭർത്താക്കന്മാർക്ക് ഉള്ളിലുള്ള വഴക്ക് ഇന്നേ ദിവസം അത്തരം കാര്യങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കുക എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം വഴക്കിടുന്നത് അത് നിങ്ങൾക്ക് മാത്രമല്ല മക്കൾക്കും ദോഷകരമായി ഭവിക്കും എന്ന കാര്യം നാം ചിന്തിക്കേണ്ടതാകുന്നു. വീഴ്ച, മുറിവ് തുടങ്ങിയ കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാകുന്നു. അതും അതീവ ദോഷകരമായ ഒരു ലക്ഷണമാണ് എന്ന കാര്യം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം സ്ത്രീകളുടെ മനസ്സ് വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ കുട്ടികളുടെ മനസ്സും ഇന്നേ ദിവസം വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. കുട്ടികളുടെ മനസ്സ് ഇന്നേ ദിവസം വിഷമിപ്പിക്കുന്നത് അതീവ ദോഷകരമാകുന്നു. അതേപോലെ തന്നെ അവരെ ഉപദ്രവിക്കുന്നതും വളരെ ദോഷകരമാകുന്നു. അവർ തെറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇന്നേ ദിവസം നാം ചെയ്യേണ്ടത്. ഒരിക്കലും അവരെ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല. അതും ദോഷകരമായി ഭവിക്കും. ഇന്നേ ദിവസം മക്കളുമായി ബന്ധപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ നാം പുലർത്തേണ്ട ഒന്ന് തന്നെയാകുന്നു. അത് മക്കളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയായി മാറും. അതിനാൽ ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യാതിരിക്കുകയും അതേപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക.